കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ അതിന്റെ ഗൗരവത്തോടെ അവതരിപ്പിച്ച് കാണികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടകത്തെക്കുറിച്ചാണിനി. കോട്ടയ്ക്കൽ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ തിരുനാളാഘോഷ ഭാഗമായി ഒരുക്കിയ കാലചക്രം എന്ന നാടകമാണ് കാഴ്ചക്കാരുടെ കണ്ണു നിറച്ചത്. സിനിമ സീരിയൽ നടനും സംവിധായകനുമായ കോട്ടയ്ക്കൽ പുതുപ്പറമ്പ് സ്വദേശി ഡൊമിനിക് ചിറ്റേട്ട് രചനയും സംവിധാനവും നിർവഹിച്ച കാലചക്രം എന്ന നാടകമാണ് കാഴ്ചക്കാർ ഒന്നടങ്കം സ്വീകരിച്ചത്. കോട്ടയ്ക്കലിലെ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ തിരുനാളാഘോഷ ഭാഗമായി ഒരുക്കിയതായിരുന്നു നാടകം. വൃദ്ധജനങ്ങളെ നടതള്ളുന്ന മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ നേർചിത്രം പകർത്തിയ നാടകം കാഴ്ചക്കാരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. അന്നാമ്മയെ കൊറോണ കൊണ്ടുപോയതിനു ശേഷം എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാടു. ഇളയവന്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ടുകൂടാ. അവളിന്ന് പള്ളിയിലുണ്ടായിരുന്നല്ലോ ധ്യാനം കൂടാൻ. സൗമ്യല്ലേ? നല്ല കുട്ടിയാണല്ലോ അവൾ. അവളുടെ പേര് പോലെ എത്ര സൗമ്യമായിട്ടാ അവൾ സംസാരിക്കുന്നത്. പേരും പ്രവൃത്തിയും രണ്ടാടൂ. വീട്ടിൽ വരണം, അവളെ ശരിക്ക് കാണണമെങ്കിൽ. താൻ ഭദ്രകാളി എന്ന പേര് കേട്ടിട്ടില്ലേ? അതാ അവൾക്ക് ശരിക്കും ചേരുക. മനസ്സിലായില്ല. അതെ, എനിക്ക് മാത്രമല്ല, ഭർത്താവിനും മക്കൾക്കും അവൾ വരച്ച വരയിൽ നിന്നും അനങ്ങാൻ പറ്റില്ല. സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയം മുൻനിർത്തി ഒരു നാടകം അവതരിപ്പിക്കണമെന്ന പള്ളി അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ഡൊമിനിക് ചിറ്റേട്ട് കാലചക്രം രൂപപ്പെടുത്തിയത്. പള്ളി ഇടവകയിൽപ്പെട്ടവർ തന്നെയായിരുന്നു നാടകത്തിൽ വേഷമിട്ടതും. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച ഡൊമിനിക് 35 വർഷമായി കലാരംഗത്തുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം അപ്പാ. ക്ഷമിക്കണം. സത്യത്തിൽ നീ എനിക്ക് നഷ്ടപ്പെട്ടവരായിരുന്നു. നിന്നെ എനിക്കെന്റെ ദൈവം തിരിച്ചു തന്നു. ആവശ്യപ്പെട്ടാൽ മറ്റു വേദികളിലും കാലചക്രം അവതരിപ്പിക്കുമെന്ന് ഡൊമിനിക് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ.